ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് കടന്നുപോയി. അങ്ങനെയൊക്കെ പറയാമോ നമ്മളിങ്ങോട്ട് ചർച്ച ചെയ്യിക്കുമ്പോൾ? RSS പ്രീണനത്തിന്റെയും മറ്റുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ എവിടെ എത്തി നിൽക്കും? ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ ബോധപൂർവം വിട്ടുകളഞ്ഞതാണോ എന്തോ എനിക്കറിയില്ല. RSSന്റെ മുഖപത്രമാണ് ഓർഗനൈസർ. ആ മുഖപത്രം അധികാരമേറ്റ ഒരു സംസ്ഥാന സർക്കാരിന്റെ ആദ്യ മണിക്കൂറിൽ അഭിനന്ദിച്ചത്, ഇന്ത്യ രാജ്യത്ത് BJP ഇതര മുഖ്യമന്ത്രിമാരെ അഭിനന്ദിച്ചത് ഇവിടെയാണ്, വേറെ ഇവിടെയല്ല. എന്തേ RSSന് അഭിനന്ദിക്കണം തോന്നി? 10 കൊല്ലം ഇവിടെ ഞങ്ങൾ ഭരിച്ചപ്പോൾ അഭിനന്ദിച്ചിട്ടില്ലല്ലോ. നിങ്ങളെ അഭിനന്ദിക്കണം തോന്നി. BJP സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് പിന്തുണയങ്ങ് പ്രഖ്യാപിച്ചു. എന്താ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്? ഈ നയപ്രഖ്യാപന പ്രസംഗം ഞങ്ങളുടെ നയമാണ്. അതാ പറഞ്ഞത്. അങ്ങ് അറിഞ്ഞില്ലേ? അത് ഞങ്ങളുടെ പ്രകടന പത്രിക കോപ്പി അടിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എതിർക്കേണ്ട കാര്യമില്ല, നയപ്രഖ്യാപനത്തെ എതിർക്കുന്നില്ല എന്ന നിലപാടാണ് പരസ്യമായിട്ട് പ്രസിഡന്റ് പറഞ്ഞത്. NDAയുടെ കേരളത്തിലെ കൺവീനർ മുഖ്യമന്ത്രിയെ കണ്ട് പൂച്ചൊണ്ട് കൊടുത്ത് സ്വീകരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇവിടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഞങ്ങളെ മുഖ്യമന്ത്രി, നിങ്ങൾ ഈ പറയുന്ന എല്ലാ കുറവുകളുള്ള മുഖ്യമന്ത്രി. ഒരു NDA കൺവീനറും പൂച്ചണ്ട് കൊടുക്കാൻ വേണ്ടി കയറി വന്നിട്ടില്ല. ഒരു BJP സ്റ്റേറ്റ് പ്രസിഡന്റും പിന്തുണ അറിയിക്കാൻ വന്നില്ല. ഓർഗനൈസർ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് മുഖപ്രസംഗം നടത്തിയില്ല. പകരം നമ്മുടെയൊക്കെ ഓർമ്മയിൽ വേറൊന്നുണ്ട്. ഉജ്ജയിനിയിലെ RSSന്റെ മഹാസമ്മേളനത്തിൽ പാർലമെന്റ് അംഗങ്ങളായ BJP നേതാക്കളുടെ സാന്നിധ്യത്തിൽ RSSന്റെ അവിടുത്തെ നേതാവ് കുന്ദൻ ചന്ദ്രാവത്ത് നടത്തിയ ഒരു പ്രസംഗം. എന്താണ്? പിണറായി വിജയന്റെ തലയറുത്തു കൊണ്ടുവരാൻ ഒരാൾ തയ്യാറായാൽ 1 കോടി ഉറുപ്പിക ഇനാമായി ഞാൻ നൽകും എന്നാണ് പ്രസംഗം. നിങ്ങളുടെ ഒന്നും ഏതെങ്കിലും ഒരു നേതാവിന്റെ ഒരു രോമത്തിന് പോർലേറ്റിട്ടില്ല ഇതുവരെ. ഏതെങ്കിലും ഒരു UDF നേതാവിന്റെ തലയെടുത്തു കൊണ്ടുവന്നാൽ 1000 ഉറുപ്പ്യ തരാമെന്ന് ഒരു RSSകാരനും പ്രസംഗിച്ചിട്ടില്ല. എന്താ ഇങ്ങനെ പ്രസംഗിക്കാൻ കാരണം? എന്താണ് ഈ വിരോധത്തിന്റെ കാരണം? നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കരുത്. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഏറ്റവും തരം താഴ്ന്ന ഒരു പ്രചരണം നടത്തി. നമ്മളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും, പരസ്പര അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും, വിമർശനം ഉണ്ടാവും. പക്ഷെ ഏതുവരെ പോകാം നമ്മൾ ചിന്തിക്കില്ലേ? നൂറുകണക്കിന് മനുഷ്യരിവിടെ ജീവൻ കൊടുത്തതാണ് കേരളത്തിൽ RSSനെ പ്രതിരോധിക്കാൻ. നിങ്ങൾ പറഞ്ഞില്ലേ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്ന് മുദ്രാവാക്യമൊക്കെ. എങ്ങനെയാണ് മുദ്രാവാക്യം ഉണ്ടായത്? എത്ര പേർ ജീവൻ കൊടുത്തു? കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളെടുത്താലും RSSനെ പ്രതിരോധിച്ചതിന് ജീവൻ ബലിയർപ്പിച്ച ഒരു സഖാവിന്റെ ചരിത്രം ഉണ്ടാവും അവിടെ. എത്ര പേർ ജീവൻ കൊടുത്തു? നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ RSSനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ ഒരു പ്രവർത്തകന്റെ രോമത്തിന് പോർലേറ്റിട്ടുണ്ടോ? നിങ്ങൾക്ക് പറയാൻ കഴിയും? ഞങ്ങളുടെ എത്ര പേർ എത്ര ഉയർന്ന നേതാക്കൾ, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ കൊല്ലപ്പെട്ട അനുഭവം ഈ കേരളത്തിലുണ്ട്. എന്നിട്ട് ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുക നിങ്ങൾ. എന്നിട്ട് കേസിന്റെ കാര്യം നിങ്ങൾ പറയുന്നു. കേസ് എടുക്കേണ്ടിടത്തൊക്കെ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ എടുത്ത കേസ് പിൻവലിച്ച ചില അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അത് മറക്കരുത്. ഈ തിരുവനന്തപുരത്ത്, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്, അങ്ങ് കോഴിക്കോടാണ്. എന്നാൽ പിന്നെ കോഴിക്കോട്ടെ കാര്യം പറയാം. കോഴിക്കോട്ട് കടപ്പുറത്ത് വന്നിട്ടാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് പ്രവീൺ തൊഗാഡിയ വിഷം തുപ്പുന്ന പ്രസംഗം നടത്തിയത്. പോലീസ് കേസെടുത്തു. കാരണം കേസെടുക്കാതിരിക്കാൻ പറ്റില്ല, അത്ര മാരകമാണ് പ്രസംഗം. കേസെടുത്തു. ആ കേസ് നിരുപാധികം പിൻവലിച്ചു കൊടുത്തു RSSന്റെ അഭ്യർത്ഥനയുടെ മുന്നിൽ. ആരാ ആഭ്യന്തരമന്ത്രി എന്ന് ഓർമ്മയുണ്ടോ? നിരുപാധികം പിൻവലിച്ചു. ഇവിടെ ഞാനിരിക്കുന്ന തിരുവനന്തപുരത്ത് മഹാത്മാഗാന്ധി കോളേജിൽ, കേശവാസപുരത്ത് പുറമേ നിന്നുള്ള RSS അക്രമികൾ കോളേജിൽ കയറി വിദ്യാർത്ഥികളുടെ നേരെ അക്രമം ഒഴിച്ചു വിട്ടപ്പോൾ പോലീസ് എത്തി തടയാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. ബോംബ് പൊട്ടി അദ്ദേഹത്തിന്റെ കാല് ചെതറിത്തെറിച്ചു. സ്വാഭാവികമായിട്ടും വലിയ വകുപ്പാണ്. എക്സ്പ്ലോസീവ് ആക്ട് ഒക്കെ ഉൾപ്പെടെ വധശ്രമത്തിന് കേസെടുത്തു. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസ് RSSന്റെ അഭ്യർത്ഥനയ്ക്ക് മുൻപിൽ പിൻവലിച്ചു കൊടുത്തു നിങ്ങൾ. എന്നിട്ട് RSS പ്രീണനത്തെ കുറിച്ച് പറയേ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളൊക്കെ സമരക്കേസിൽ, സാധാരണ കേസുകൾ പ്രതിയായിട്ടുള്ള കേസുകൾ പിൻവലിക്കാൻ സമ്മതിക്കുമോ നിങ്ങൾ? RSSന്റെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വലിയ ഗൗരവമുള്ള കേസുകൾ അവരുടെ അഭ്യർത്ഥന അനുസരിച്ച് പിൻവലിച്ചു കൊടുത്ത ചരിത്രമാണ് കേരളത്തിന്റെ ചരിത്രം. പിന്നെ 60 മുതലുള്ള തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ നീണ്ടു കിടക്കുന്നുണ്ട്. ഞാൻ അത്ര വിശദമായിട്ട് പോകണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആരോപണങ്ങൾ ഉന്നയിക്കാം, വിമർശിക്കാം, എതിർക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മറന്നു കളയരുത്. ഏതുവരെ പോകാം? പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? നമ്മളൊക്കെ മനുഷ്യരല്ലേ? നമ്മൾ രാഷ്ട്രീയമായ വിയോജിപ്പുണ്ട് എന്ന് കരുതി, അല്ലെങ്കിൽ നമുക്ക് യോജിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണെന്ന് കരുതി എന്തും നമ്മൾ പറയൂ.
ഇപ്പൊ ഈ ഒരു മാസത്തിനിടയിൽ വന്ന കാര്യമല്ലേ ഞാൻ അങ്ങയോട് പറഞ്ഞത്. ഇനി ഗവൺമെന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനി എത്രയോ പറയാനുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോ നിയമിച്ചുകൊണ്ടിരിക്കുന്ന പലതിലും നിയമിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ അനുകൂലികളുടെ സംബന്ധിച്ച വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വരും ദിവസങ്ങൾ നാട് ചർച്ച ചെയ്യും.